കൃത്യമായ ഒരു കൈത്താഗ് തന്നെയായിരിക്കും പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭയിലേക്കുള്ള വരവോടുകൂടിയുള്ള നിമിഷം. കാരണം കൃത്യമായും നരേന്ദ്രമോദിയെയും അമിത്ഷായെയും പാഠം പഠിപ്പിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിയും എന്ന് BJPക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് അവർ അസ്വസ്ഥരാകുന്നത്. സ്പീക്കർ ഓം ബിർളയ്ക്ക് നന്നായി അറിയാം ഇനി സഭ നിയന്ത്രിക്കുക എന്നത് ഏറ്റവും കഠിനമേറിയ കാര്യമായിരിക്കും. പ്രതിപക്ഷത്തിന്റെ അവസരങ്ങൾ, അതും ഏറെ നിർണായകമായ BJPയുടെ അജണ്ടകൾ ബില്ല് രൂപേണ പാസാക്കാൻ കഴിയില്ല എന്ന് ഓം ബിർളയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് വളരെയധികം പ്രയാസമേറിയതായിരിക്കും എന്നും കൃത്യമായി BJP നേതൃത്വം വിലയിരുത്തുന്നു. ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത BJPയെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ അതൊരു പ്രഹരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നവംബർ 26-ാം തീയതി അതിന്റെ 75-ാം വാർഷിക ദിനം ആഘോഷിക്കുമ്പോൾ ഒരു കാര്യം കോൺഗ്രസ് വെളിപ്പെടുത്തി: നിങ്ങൾ ഭരണപക്ഷത്തിരിക്കുന്നത് ജനങ്ങളുടെ പിന്തുണയോട് കൂടിയാണോ എന്നത് പോലും ഞങ്ങൾ സംശയിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ നിയമ പോരാട്ടത്തിലേക്ക് പോകുന്നത്. എന്നാൽ ഞങ്ങളിൽ പ്രതിപക്ഷത്തുള്ള ആളുകളെ നോക്കി ഞങ്ങൾക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ത്യൻ ജനതയുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളായ ഞങ്ങളെ അവഹേളിക്കുന്ന രീതിയിൽ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായി മാപ്പ് പറഞ്ഞേ മതിയാവുകയുള്ളൂ. തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് ലോക്സഭയിലും രാജ്യസഭയിലുമുള്ളത്. അതിനകത്ത് ജനങ്ങളുടെ ഓരോ വോട്ടും നേടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ലോക്സഭയിൽ ഇരിക്കുന്ന അംഗങ്ങൾ മുഴുവൻ. പിന്നെ എങ്ങനെയാണ് പാർലമെന്റിന്റെ വിലയേറിയ സമയം ജനങ്ങളുടെ പിന്തുണയില്ലാത്തവർ തടസ്സപ്പെടുത്തുന്നു എന്ന നിങ്ങളുടെ വിവാദവാക്യം അവിടെ കേൾക്കുന്നത് എന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ഏറ്റെടുത്തിരിക്കുന്നു പ്രിയങ്ക ഗാന്ധി. അതൊരു തരംഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പ്രതിപക്ഷത്തിന്റെ ഇടയിൽ. ലോക്സഭയിൽ നരേന്ദ്രമോദിയെ മുട്ടുകുത്തിക്കും എന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുന്നു പ്രിയങ്ക. ലോക്സഭയുടെ പ്രതിപക്ഷ നേതൃസ്ഥാനം പ്രിയങ്ക ഏറ്റെടുത്താൽ തീർച്ചയായും രാഹുൽ ഗാന്ധി മുന്നണി പുനഃസംഘടനയ്ക്ക് വേണ്ടി വീണ്ടും തയ്യാറെടുക്കും. ഇന്ത്യ മുന്നണിയെ അഴിച്ചു പണിയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് രാഹുൽ ഗാന്ധി നീങ്ങുക തന്നെ ചെയ്യും. ഇന്ത്യ മുന്നണിയെ കെട്ടുറപ്പുള്ള ഒരു മുന്നണി സംവിധാനമാക്കി UPA മോഡൽ, അതായത് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് മോഡലിലേക്ക് കൊണ്ടുപോകാനാണ് രാഹുൽ ഗാന്ധിയുടെ നീക്കം. കാരണം രാഹുൽ ഗാന്ധിക്ക് കൃത്യമായി അറിയാം പാർട്ടിയെയും മുന്നണിയെയും മുന്നോട്ട് കൊണ്ടുപോയിട്ട് ലോക്സഭയിൽ കൂടുതൽ ശക്തമായി തിരിച്ചു വരാൻ കഴിയുമെന്ന്. അതിനിപ്പോൾ ഉതകുന്ന രീതിയിൽ 52 വയസ്സുള്ള പ്രിയങ്ക ഗാന്ധിക്ക് അതിനുള്ള കെൽപ്പുണ്ട്. ലോക്സഭ പ്രതിപക്ഷ നേതാവാകാൻ പ്രിയങ്ക ഗാന്ധിക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന് ഉറപ്പിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ വർദ്ധിച്ചു വന്നിരിക്കുന്നത്. വയനാട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രിയങ്കയുടെ ഭൂരിപക്ഷം കുറച്ച് അവരെ അങ്ങ് ദുർബലപ്പെടുത്തി കളയാം എന്നുള്ള BJPയുടെ വർഗീയ പ്രചരണങ്ങൾക്ക് വലിയ മറുപടിയാണ് നൽകിയത് അവരുടെ ഭൂരിപക്ഷത്തിലൂടെ. 4,10,931 വോട്ടുകളുടെ മൃഗീയ ഭൂരിപക്ഷത്തിന് ശേഷം അടിയന്തര പ്രമേയം തന്നെ വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് നൽകേണ്ട ധനസഹായവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 6,000 കോടിയുടെ പാക്കേജ് അനുവദിച്ചില്ലെങ്കിൽ കേന്ദ്രത്തിനെ കൊണ്ട് അനുവദിപ്പിക്കാൻ എനിക്കറിയാം എന്ന് പ്രിയങ്ക ഗാന്ധി പറയുമ്പോൾ അമിത്ഷായ്ക്ക് കൃത്യമായി കാലിടറുകയാണ്.